ഹലോ ഫ്രണ്ട്സ്, എൻ്റെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട്? പിന്നെ ഞാൻ ജസ്റ്റ് സിമ്പിൾ മേക്കപ്പ് മാത്രമേ ചെയ്തോളൂ. വേറെ ഒന്നുമില്ല. ഐബ്രോ, ലിപ്സ്റ്റിക്ക്, കാരി, അങ്ങനെ ഒരു ചെറിയൊരു മേക്കപ്പ്. അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ ലിപ്സ്റ്റിക്ക് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇട്ടിരിക്കണോണ്ട് അമ്മയ്ക്ക് ഇടണം അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ സെറ്റാക്കി. പിന്നെ ഞങ്ങൾ ഇറങ്ങിയത് ഒരു വൈകുന്നേരം 4 മണിക്കായിരുന്നു. ആ ടൈമാണെങ്കിൽ നല്ല വെയിലും ചൂടും ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ പൊന്നും, ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. ഞാൻ ചായയൊന്നും കുടിച്ചില്ല. എനിക്കാണെങ്കിൽ ചായ മസ്റ്റാണ്. ഇല്ലെങ്കിൽ ക്ഷീണം, തലവേദന അങ്ങനെയൊക്കെ വരും. അങ്ങനെ ഞാൻ ചായ ഒരു അഡിക്റ്റാണ്. പിന്നെ ഞങ്ങൾ വിചാരിച്ച് വെട്ടുകാട് ചർച്ചിൽ പോകാമെന്ന്. പെസക, വേഴം, ദുഃഖവെള്ളി, ഈസ്റ്റർ, കുരുത്തോല ഞായറിന് പോയില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് പിന്നെ വെട്ടുകാട് ചർച്ചിൽ പോകാമെന്ന്. ഞാൻ മാത്രമല്ല, അവരും വിചാരിച്ച്. പിന്നെ അങ്ങനെ വെട്ടുകാട് ചർച്ചിലേക്ക് വിട്ട് പോകാൻ നേരത്ത് അവിടെ നിർത്തി ചായ കുടിച്ചില്ലെങ്കിൽ കാര്യം ഡും. പിന്നെ അങ്ങനെ ചായ കുടിച്ച് പിന്നെ ഞങ്ങൾ ചായ കുടിച്ചപ്പോൾ അവന് കോഫി വേണമെന്ന് പറഞ്ഞു. പിന്നെ കോഫി വാങ്ങി കൊണ്ടുവന്നപ്പോൾ അവന് കോഫി വേണ്ട, അവൻ ഡയറ്റ് ആയതുകൊണ്ട് ഷുഗറൊക്കെ കട്ടല്ലേ. അപ്പോൾ അങ്ങനെ കോഫി വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ തന്നെ അത് വീണ്ടും കുടിച്ചു. ഞാൻ മാത്രമല്ല, അമ്മയും കുടിച്ചു. പിന്നെ ആ ചായ കൊള്ളായിരുന്നു. അത് കുടിച്ചപ്പോൾ എനിക്കൊരു ഉന്മേഷം കിട്ടി. ഞാൻ ഈ കൊള്ളാം അല്ലേ അമ്മ എന്ന് പറയുന്ന ഈ ചായ കൊള്ളാം എന്നാണ് പറയുന്നത്. ഞാൻ ക്യാമറ കാണിച്ചു കൊടുത്തപ്പോൾ മുഖമൊക്കെ നോക്കിയാണ്. അതൊക്കെ പോട്ടെ. മൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു, ട്രാഫിക്കും ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ എവിടെ പോയാലും ഈ മീൻ അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ അത് വാങ്ങിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ കാണിക്കുന്നത് മഴ പൊടിയണയാണ്, പക്ഷേ ഇതിലൊന്നും കാണാൻ പറ്റിയില്ല. പക്ഷെ ചെറുതായിട്ടൊക്കെ പൊടിഞ്ഞ് പിന്നെ നല്ലൊരു ഇങ്ങനത്തെ സംഭവം. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല സൂര്യനാണെങ്കിൽ നല്ല ഓറഞ്ച് കളറിലൊക്കെയാണ് തോന്നുന്നത്. അങ്ങനെ പള്ളിയിലെത്തി. പള്ളിയിൽ പോയപ്പോൾ അവിടെയും മീനുണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് മീൻ വാങ്ങണം. അമ്മ വാങ്ങിച്ചത് കൂനി, പിന്നെ എന്തോ കരുവാട്. അവിടെയാണെങ്കിൽ കുറേ കരുവാടൊക്കെ ഇരുന്നു. എന്നിട്ടും അമ്മയ്ക്ക് കൺഫ്യൂഷൻ അടിച്ച് അമ്മ എന്തോ കരുവാട് വാങ്ങിച്ച്, അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ കടല വാങ്ങിച്ച്. കടല കൊള്ളായിരുന്നെന്ന് തോന്നുന്നു, ഞാൻ കഴിച്ചില്ല. പിന്നെ ഞങ്ങൾ കോണ് വാങ്ങിച്ച്. ഈ കോണുണ്ടല്ലോ, ആവിയിൽ വേവിച്ച കോണും പിന്നെ ബട്ടർ, പിന്നെ ക്യാരറ്റ് ഇതൊക്കെ ഇട്ട് തരുന്ന സംഭവം. പിന്നെ അത് കഴിച്ച് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. അമ്മ പറഞ്ഞ് കൊള്ളാമെന്ന്. പള്ളിയിലാണെങ്കിൽ കൺവെൻഷനായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ ചർച്ചിൽ കയറി കർത്താവിനോട് സംസാരിച്ച്. കർത്താവിനെ പൊതിഞ്ഞ് വച്ചിരിക്കുകയായിരുന്നു. എന്നാലും ഞാൻ സംസാരിച്ച്. പള്ളിയിൽ നിന്ന് തിരിച്ച് അവൻ എവിടെ പോകണമായിരുന്നു. അങ്ങനെ അവൻ എവിടെ പോയി. ഞാൻ ഈ കാറിലും, അമ്മ അവിടെയാണ് നിന്നത്. പിന്നെ അങ്ങനെ ബാക്ക് ക്യാമറ വെച്ച് ഭയങ്കര വീഡിയോ എടുപ്പായിരുന്നു. കുറച്ച് കഴിഞ്ഞ് അവൻ വന്നു. ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച്. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഈ അമ്പിളി മാമനെ കണ്ടു. പിന്നെ ഈ ക്ഷേത്രത്തൊക്കെ ഉത്സവമായിരുന്നു, ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ അടിപൊളിയായിട്ട് അലങ്കരിച്ച് സൂപ്പറായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് ട്രാഫിക്കും ഉണ്ടായിരുന്നു. നൈറ്റ് ആയപ്പോൾ വീട്ടിലെത്തി. ഉച്ചയ്ക്ക് ചോറ്, ചാള ഉണ്ടായിരുന്നു ഇവിടെ, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പിന്നെ മത്തിയെന്നും പറയും. അങ്ങനെ അത് കഴിച്ച് പിന്നെ അമ്മ എനിക്ക് ഉണ്ണിയപ്പം കൊണ്ടുതന്നു. പരിപ്പ് വടയുണ്ടായിരുന്നു, അതും കഴിച്ച് ഉറങ്ങി. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ കണ്ട് എല്ലാവർക്കും നന്ദി. ഓക്കെ, ബൈ.